ഈ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പ്രേക്ഷകരെ അറിയിക്കാനുണ്ട്. ഇപ്പോൾ അല്പസമയം കഴിഞ്ഞാൽ 7 മണി മുതൽ രാത്രി 11 മണി വരെ കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. അതായത് വൈദ്യുതിയുടെ ആവശ്യം കൂടുകയും എന്നാൽ വൈദ്യുതി ലഭ്യത കുറയുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വി എ ഗിരീഷ് ടെലിഫോണിൽ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഇതൊരു പവർ കട്ടാണ് എന്ന് പറയാമോ? SKN ഇതൊരു പവർ കട്ടാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം സംസ്ഥാനത്തെ വൈദ്യുതി ലഭ്യത ആവശ്യകത വളരെയധികം കൂടിയിരിക്കുന്നു. എന്നാൽ അതേസമയം തന്നെ പുറത്തു നിന്ന് വാങ്ങുന്നതിനുള്ള വൈദ്യുതിയുടെ അളവിൽ വലിയ തരത്തിൽ കുറവ് വന്നിരിക്കുന്നു, ലഭ്യത കുറവ് ഉണ്ടായിരിക്കുന്നു. കാരണം കേന്ദ്ര പൂളിൽ നിന്ന് ആവശ്യത്തിന് ഇന്ന് വൈദ്യുതി ലഭിച്ചില്ല എന്നുള്ളതാണ് KSEB ഇപ്പോൾ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി ഒരു നിയന്ത്രണം സംസ്ഥാനത്ത് ഏർപ്പെടുത്താൻ ഇപ്പോൾ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു. വൈദ്യുതി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വൈകിട്ട് 7 മുതൽ രാത്രി 11 വരെയുള്ള ഈ പീക്ക് സമയമാണ്. ഈ പീക്ക് സമയത്ത് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനാണ് ഇപ്പോൾ ബോർഡ് നീക്കം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് ബോർഡ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. കാരണം ഉയർന്ന വൈദ്യുതി ആവശ്യകത നിലനിൽക്കെ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലുള്ള നിയന്ത്രണം ബോർഡ് ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് കാരണമായി പറഞ്ഞത് ഉത്തരാഖണ്ഡിലെ താപവൈദ്യുതി നിലയത്തിൽ നിന്ന് ജനറേറ്റർ തകരാറായത് കാരണം ആവശ്യത്തിന് വൈദ്യുതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ സ്ഥിതി ഇന്ന് വ്യത്യസ്തമാണ്. കാരണം കേന്ദ്ര പൂളിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട വൈദ്യുതി ഇന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ബോർഡ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും വൈകിട്ട് 7 മുതൽ രാത്രി 11 മണി വരെ വൈദ്യുതിയുടെ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ KSEB ചെയ്യുന്നത്. ഓക്കെ, വി എ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. 7 മണി മുതൽ രാത്രി 11 മണി വരെ വൈദ്യുതി ഉപയോഗത്തിൽ നിയന്ത്രണം KSEB ഏർപ്പെടുത്തിയിരിക്കുന്നു. വൈദ്യുതി ലഭ്യത കുറയുകയും എന്നാൽ വൈദ്യുതി ചെലവഴിക്കുന്ന കൂടുകയും ചെയ്ത സാഹചര്യത്തിലാണ് KSEB ഈ ഒരു കാര്യം നടപ്പിലാക്കുന്നത്. അപ്പോൾ അല്പം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം കറണ്ട് കാണില്ല. ഒരുപക്ഷേ ഈ പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയുടെ ഒന്നാം പകുതി അവസാനിക്കുമ്പോൾ തന്നെ കറണ്ട് ഇല്ലാതെ പോകുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ വീട്ടിലുണ്ടായി എന്ന് വരാം. ജഗൻ പറയുന്നു SKN പഴയതുപോലെ എല്ലാവരും കൂടെ ആക്റ്റീവായിട്ടൊന്ന് ഒത്തുപിടിക്ക്, ചാനലൊന്ന് മുന്നോട്ട് പോകട്ടെ. ചാനൽ വളരെ നന്നായിട്ട് മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ഇന്ന് വന്ന ബാർക്ക് റേറ്റിങ്ങിലും ഈ 24 ഒന്നാമത്തെ സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാണുന്ന ഏറ്റവും ജനപ്രീതിയുള്ള വാർത്താ ചാനലായി 24 തുടരുകയാണ്. ഇത് പ്രേക്ഷക പിൻബലം കൊണ്ട് മാത്രം ലഭിച്ച കാര്യമാണ്. പ്രേക്ഷകരുടെ പിന്തുണയ്ക്ക് നന്ദി. നമ്മളൊരു കുടുംബം പോലെയാണ്. അതുകൊണ്ട് ഞാൻ ഔപചാരികമായി നന്ദി പറയുന്നില്ല. എന്നാൽ പോലും നിങ്ങൾ ഒരുപാട് കൈയയച്ച് 24നെ സഹായിക്കുന്നുണ്ട്. 24 അറിയാം. നമ്മൾ അതേസമയം നമ്മൾ ഒന്നിച്ച് ചെയ്യുന്ന ഈ യാത്രയിൽ നമ്മളിപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയുണ്ട്. ഒരിക്കൽ കൂടി ഇതൊക്കെ പല രീതിയിൽ നമ്മളെ സഹായിച്ച ഒരുപാട് ആളുകൾ നമുക്ക് മുന്നിലുണ്ട്. അവരെയൊക്കെ നമ്മൾ ഓർമ്മിക്കുന്നു.